രാത്രിയുടെ കറുപ്പ് എല്ലായിടത്തും പരന്നിരുന്നു. ദൂരെ എവിടെയോ ഒരു പൂച്ചയുടെ കരച്ചിൽ മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. കോട്ടയം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ കരിമ്പനകൾക്കിടയിൽ മറഞ്ഞുകിടക്കുന്ന ഒരു പുരാതന സർപ്പക്കാവായിരുന്നു അത്. കാവെന്നോർക്കാൻ പോലും ഗ്രാമീണർക്ക് ഭയമായിരുന്നു. തലമുറകളായി കൈമാറി വന്ന കഥകൾ അവിടെ നിറയെ അന്ധവിശ്വാസങ്ങളും ഭയവും കുത്തിനിറച്ചിരുന്നു. രമണൻ 20കളുടെ തുടക്കത്തിലുള്ള ചെറുപ്പക്കാരനാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങളെ പുച്ഛത്തോടെ കണ്ടുതള്ളുന്ന കൂട്ടത്തിലായിരുന്നു. അവന്റെ കൂട്ടുകാരായ സുരേഷും രാജേഷും എപ്പോഴും സർപ്പക്കാവിലെ കഥകൾ പറഞ്ഞ് രമണനെ പേടിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ രമണൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. ഈയിടെയായി അവന്റെ വീട്ടിൽ ചില അസാധാരണ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പാമ്പിന്റെ ചിലമ്പൽ ശബ്ദം കേൾക്കുന്നു, പിന്നെ അപ്രത്യക്ഷമാകുന്നു. കരണ്ടു പോകുന്നതുപോലെ ഇടയ്ക്കിടെ വീടിന്റെ ലൈറ്റുകൾ കെട്ടുപോകും. അമ്മ പേടിച്ച് സർപ്പക്കാവിൽ വഴിപാട് കഴിക്കാൻ പോയെങ്കിലും അതൊന്നും ഫലിച്ചില്ല. ഈ സർപ്പക്കാവിലൊരു പ്രേതമുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്, അമ്മ കണ്ണീരോടെ പറഞ്ഞു. രമണൻ അമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. അമ്മേ, ഇതൊക്കെ വെറും തോന്നലുകളാണ്. നാളെ ഞാൻ പോയി സർപ്പക്കാവ് ഒന്ന് വൃത്തിയാക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. രമണൻ ധൈര്യമായി പറഞ്ഞു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചുയരും മുൻപേ രമണൻ സർപ്പക്കാവിലേക്ക് പുറപ്പെട്ടു. കയ്യിലൊരു വെട്ടുകത്തിയും കരിമ്പനയോരകളും ഉണ്ടായിരുന്നു. സർപ്പക്കാവിന്റെ കവാടം കടന്നതും ഒരുതരം തണുപ്പ് രമണനെ പൊതിഞ്ഞു. പുരാതനമായ ഒരു ശാന്തത അവിടെ നിറഞ്ഞു നിന്നിരുന്നു. കൂറ്റൻ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പുൽമേടുകൾ എന്നിവയെല്ലാം ആ കാവിനു ചുറ്റും ഒരു നിഗൂഢതയേകി. രമണൻ ധൈര്യസമേതം ഉള്ളിലേക്ക് നടന്നു. സർപ്പക്കാവിന്റെ നടുവിലായി ഒരു ചെറിയ കൽത്തറയും അതിനു മുകളിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു നാഗപ്രതിമയുമുണ്ടായിരുന്നു. ചുറ്റും നിറയെ ചെടികളും പൂക്കളും. രമണൻ വീണുകിടന്ന ഇലകളും ചപ്പുചവറുകളും വൃത്തിയാക്കാൻ തുടങ്ങി. അവന്റെ മനസ്സിൽ ഭയത്തേക്കാൾ ആകാംക്ഷയായിരുന്നു. എന്തെങ്കിലും അസാധാരണമായി സംഭവിച്ചാൽ അത് നേരിടാൻ അവൻ തയ്യാറായിരുന്നു. അവൻ ഒരു കരിമ്പനയോലയെടുത്ത് തറയിൽ വീണുകിടന്ന ഒരു വലിയ ഇല നീക്കാൻ ശ്രമിച്ചു. അപ്പോൾ സംഭവിച്ചത് രമണൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ ഇലക്കടിയിൽ നിന്ന് ചുവന്ന കൽക്കണ്ടം പോലെ എന്തോ തിളങ്ങുന്നു. സൂക്ഷിച്ചു നോക്കിയതും ഭും, ഒരു വലിയ പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. അതിന്റെ ചെതുമ്പലുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. അതിന്റെ കണ്ണുകൾ ഒരുതരം ചുവപ്പ് നിറത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ രമണന്റെ നേർക്ക് ഒരൊറ്റ. ഇത് സാധാരണ പാമ്പല്ലെന്ന് അവന് തോന്നി. രമണൻ പേടിച്ചരണ്ടു ഓടി. രമണ, എന്താ അവിടെ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എടാ, സർപ്പക്കാവിൽ വലിയൊരു പാമ്പുണ്ട്. എന്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. അവർ സർപ്പക്കാവിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് വലിയൊരു പാമ്പിന്റെ തോൽ മാത്രമായിരുന്നു. അവർ രമണനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചു. അന്ന് രാത്രി രമണൻ ഉറങ്ങാൻ കിടന്നപ്പോൾ വീണ്ടും ആ പാമ്പിന്റെ ചിലമ്പൽ കേട്ടു. ഇത്തവണ മുമ്പത്തേക്കാൾ വ്യക്തമായി. അവന്റെ മുറിയിലെ ലൈറ്റ് ഇടയ്ക്കിടെ മിന്നിമാഞ്ഞു. പെട്ടെന്ന് ഒരു നിമിഷം ലൈറ്റ് പൂർണ്ണമായും അണഞ്ഞു. ഇരുട്ടിൽ അവൻ വിയർത്തു കുളിച്ചു. അപ്പോഴതാ അവന്റെ കട്ടിലിന്റെ തലയ്ക്കൽ അതേ ചുവന്ന കണ്ണുകളോടെ ആ ഭീകര സർപ്പം ഇരിക്കുന്നു. അതിന്റെ ശരീരം സർപ്പക്കാവിൽ കണ്ടതിനേക്കാൾ വലുതായിരുന്നു. അതിന്റെ ശരീരം ഇരുട്ടിലൊരുതരം ചുവപ്പ് നിറത്തിൽ തിളങ്ങി. രമണൻ ഭയത്താൽ ഉറക്കെ നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ട് അമ്മയും വല്യമ്മയും ഓടിവന്നു. ലൈറ്റിട്ടപ്പോൾ അവിടെ പാമ്പില്ലായിരുന്നു. നീ എന്തിനാ നിലവിളിച്ചത്? അമ്മേ, ഇവിടെ പാമ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. പക്ഷേ ഇപ്പം. പിറ്റേ ദിവസം രാവിലെ കൂട്ടുകാരെയും കൂട്ടി രമണൻ തന്റെ വീട് മുഴുവൻ പരിശോധിച്ചു. അപ്പോൾ തറയിലുള്ളത് കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു. സർപ്പക്കാവിൽ കണ്ട അതേ പാമ്പിന്റെ തൊലി. രമണന്റെ പ്രശ്നപരിഹാരത്തിനായി പൂമേനി ഇല്ലത്തെ കാരണവരെ കണ്ടു സംസാരിച്ചു. കാരണവർ പരിഹാരകർമ്മത്തിനുള്ള പൂജ നടത്താൻ പറഞ്ഞു. അങ്ങനെ പ്രശ്നപരിഹാരത്തിനായി കുടുംബങ്ങളും ചേർന്ന് പരിഹാരകർമ്മത്തിനുള്ള പൂജ നടത്തി. എല്ലാം ശാന്തമായി. അന്നു മുതൽ രമണൻ സർപ്പക്കാവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഭയന്നു. ആ ഭീകര സർപ്പത്തിന്റെ ചുവന്ന കണ്ണുകളും ഭയപ്പെടുത്തുന്ന ചിലമ്പലും അവന്റെ മനസ്സിലൊരു നീറുന്ന ഓർമ്മയായി അവശേഷിച്ചു. ഓരോ തവണയും അവൻ സർപ്പക്കാവിലേക്ക് നോക്കുമ്പോൾ കാവിനുള്ളിൽ നിന്ന് ഒരു നിഴൽ തന്നെ നോക്കുന്നതായി അവന് തോന്നി. അതൊരു യഥാർത്ഥ പാമ്പായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഭീകരതയുടെ പ്രതീകമായിരുന്നോ എന്ന് അവൻ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സർപ്പക്കാവ് ഇന്നും ആ ഗ്രാമത്തിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് നിശബ്ദമായി നിലകൊള്ളുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷനായി. താങ്ക്